അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. ബാക്കിലെല്ലാം ഫുൾ കൃഷിയാട്ടോ. അവിടെ എന്തോ ഒരു കൃഷി, അവിടെ എന്തോ ഒരു കൃഷി, അവിടെ എന്തോ ഒരു കൃഷി, ഒരു ഐഡിയയിൽ എന്ത് കൃഷിയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷികളൊന്നുമല്ല. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ കുറേ ചാണകത്തിൻ്റെ സെറ്റപ്പുകളുണ്ട് ഇവിടെ. എന്തിരിച്ച് കാണിച്ചു കൊടുത്താൽ അത് വേണം, അതൊക്കെ കാട്ടി കൊടുക്കാറുണ്ട്. ക്ലിയറില്ല? ഓ ബ്യൂട്ടിഫുൾ ഗായ്സ്, ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഇത് ചാണകമാണ്. ചാണകം ആദ്യം കൂട്ടി ഈ മോഡലാക്കിയിട്ട് പിന്നെ ഇത് വേനൽക്കാലമാകുമ്പോഴത്തേന് കത്തിക്കാനുള്ള അടുപ്പ് കത്തിക്കാൻ. ഇവിടെ വിറക് കിട്ടില്ലല്ലോ, കണ്ടമാനം മരങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലെ മാതിരി. അപ്പോൾ വിറക് കത്തിക്കാൻ അടുപ്പ് കത്തിക്കാൻ എൻ്റെ ഒരു ഇതിന് ഈ മൺകൂരിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഇതാട്ടോ ഇങ്ങനെ ആക്കി വെച്ചാണ്ട് മഞ്ഞ് കൊണ്ട് ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂന ഉണ്ടാക്കും. മൺകൂനല്ല, അത് വൈക്കോൽ കൂനയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സംഭവങ്ങളാട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് സാധനം. അതായത് ചാണകം, വേറെ ഒന്നുമല്ല കേട്ടോ. ഇനി കുടുങ്ങുമ്പോൾ ഇപ്പോൾ ഇതെടുത്ത് തിന്നോ എന്നോ അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു തടാകമുണ്ട്. തടാകത്തിൽ ഫുള്ള് വെറൈറ്റി കിളികൾ കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കിളികൾ നല്ല താറാവുണ്ട്, അത് നാട്ടിലെ സാധനം തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇതിൽ വെള്ള കൊക്കൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണണ്ടോ? അധികം കാണില്ലല്ലേ? അത് ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, നമ്മൾ ഈ പോസ്റ്റിൻ്റെ അടുത്ത് കണ്ടില്ല ഒരു കിളി. ആ കിളിയാണ് ഏതോ ഒരു കിളി. ഇവിടെയുള്ള ഒരു ജന്തുവിൻ്റെ പേര് അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് എപ്പോഴും പുതപ്പ് മൂടി നടക്കുക, കാരണം ഭയങ്കര തണുപ്പാണ്. തൊളയിന്ന് എപ്പോഴും പുക വരും. ഇവിടെ ആരും സിഗരറ്റൊന്നും വലിക്കാറില്ല. ഇടയ്ക്കൊക്കെ വിടാം. അപ്പോൾ സൂര്യന് ഉദിച്ച് വരുന്ന കാഴ്ച നിങ്ങളെ കാണുന്നത്. ഇവിടെ മരങ്ങൾ കമ്മിയാണ് കേട്ടോ, ഫുൾ കൃഷിയാണ്. ഈ കൃഷിക്കും വേണ്ടി മരങ്ങൾ വെട്ടിയെടുത്തതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ മരങ്ങൾ വളരെ കമ്മിയാണ്. ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഹലോ ദോസ്തോ, അതായത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ഇന്ന് ഉള്ളത് ഹരിയാനയിലെട്ടോ. ഹരിയാനയിലെ അങ്ങാടിൻ്റെ പേര് സക്രോൺ എന്ന സ്ഥലത്ത്. അവിടെ പഞ്ചാബികളും മിക്സിംഗ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. പഞ്ചാബികളുണ്ട്, ഹരിയാനക്കാരുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹിന്ദുക്കളെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് മന്ദിർ എന്ന് പറയാം കേട്ടോ. പിന്നെ പഞ്ചാബി ഹിന്ദു ക്ഷേത്രം, അതെ, അതൊരു ഹിന്ദുക്കളെ ക്ഷേത്രമാണ്. പിന്നെ പഞ്ചാബികളെ സംഭവമുണ്ട്, അതിന് ഗുരുദ്വാര എന്നാണ് പറയുക. മുസ്ലിങ്ങളുടെ പള്ളി, മസ്ജിദ്, പിന്നെ അങ്ങനെയൊക്കെ പറയും. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു പള്ളിയിലാണ്. നമ്മുടെ പള്ളീൻ്റെ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അവിടെയൊക്കെ ഫുള്ള് കോട കേട്ടോ. കോട മീൻസ് ഇങ്ങനെ ആ കണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, നേത്ര കണ്ണുകളാൽ മാത്രമേ കാണുള്ളൂ. ഗോപ്രോൻ്റെ കണ്ണിന് അത്ര പവറില്ല. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇന്നലെ കടന്നുറങ്ങിയ റൂമൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഇവിടെ പള്ളിയിലത്തെ ഉസ്താദ് കിടന്നുറങ്ങിയത്. അപ്പോൾ അവിടെ പള്ളിക്കത്ത് കാതിലുണ്ടായിരുന്നു. മൂപ്പരെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ പെട്ടെന്ന് കടന്നുറങ്ങിയിട്ട് രാത്രി 10 മണിയാകുമ്പോഴത്തേന് മൂപ്പർക്ക് എന്താ അറിയില്ല, മൂപ്പര് അങ്ങനെ ലേറ്റ് ഇട്ടാണ് മൂപ്പര് കടന്നുറങ്ങുള്ള പരിപാടി. ലേറ്റ് വേണ്ടായിരുന്നു. ഈ മൂപ്പർക്ക് ബുദ്ധിമുട്ടായോ അറിയില്ല. ലേറ്റ് ഇട്ട് മൂപ്പര് കടന്നുറങ്ങില്ല നമുക്ക് അറിയില്ല. പിന്നെ ലേറ്റ് ഇട്ടാണ്ട് ഓഫ് ആക്കില്ല. അപ്പോൾ ലേറ്റ് നമുക്ക് വേണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെ ഓഫാക്കി. പിന്നെ അപ്പോൾ ഇവിടെ നിലത്ത് ചെരുപ്പൊക്കെ കേട്ടോ, വിഷയമല്ല. നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചു. വണ്ടിയും പള്ളിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ട് ചെറുതായിട്ട് പറഞ്ഞ്. അപ്പോൾ വണ്ടി ഉള്ളിൽ കയറിയേക്കാൻ പറഞ്ഞു. വണ്ടി നമ്മളിവിടെ വെച്ചു. പിന്നെ ഇവിടെ ചൂടുവെള്ളം കിട്ടുന്ന പൈപ്പുണ്ട് കേട്ടോ. കിണർ വയ്ക്കാറല്ലേ? കിണർ വയ്ക്കാം. ഇതിൽ ഫുള്ള് ചൂടുവെള്ളം കേട്ടോ. എപ്പോഴും ചൂടുവെള്ളം മാത്രം വരുന്നത്. പക്ഷെ ഇപ്പോൾ തണുപ്പാണ്. ഹീറ്റർ ഓഫ് ആക്കിയിട്ടുണ്ട്. കൂട്ടത്തൂടെ തിളച്ച വെള്ളം ഇങ്ങനെ വരും ഇതിൽ. പിന്നെ എന്താ അറബി എന്ത് എഴുതിയിട്ടുണ്ട്, എന്താ വായിച്ചാലോ? അൻ റൂഹുവൽ മുർഹമി എന്താണ്? അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ കക്കൂസാണ്. പിന്നെ പള്ളിൻ്റെ ഔട്ട് സൈഡാണ് തുറക്ക്. ഓക്കെ, അപ്പോൾ അത് പള്ളീൻ്റെ ഫ്രണ്ട് ഭാഗം. എന്നാലും നമ്മൾ ഇവിടെ നേരെ വന്നാണ് പള്ളിക്ക് 2 ആൾക്കാരുണ്ടായിനി. ആ പള്ളിത്തെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു അവിടെ കടന്നുറങ്ങാൻ പറ്റുമോ ചോദിച്ചു. വൈ നോട്ട് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർക്ക് എപ്പോഴും ഇവിടുത്തെ ഫുഡ് കഴിക്കണോണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ വരും. പള്ളി ഫുൾ ടൈം സൗണ്ടാണ്. ആംബ്ലക്കം ഭയങ്കര ആംബ്ലക്കത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ കിസാൻക സംഭവം ഇവിടെ കൃഷിക്കാരെ സംഭവം കേട്ടോ. അതൊക്കെ കൃഷിക്കാർ ഇവിടെ ഫുള്ള് ചാണകമാണ്. വൈക്കോല് എന്താ കാര്യം. ഇതാണ് മറ്റേ സിക്കാര കൊടിയാണ്. എന്താണ് അതിന്റെ പേരെന്താണ്? സിക്കാര ഗുരുദ്വാര. മിക്സഡ് കൺസെൻട്രേഷൻ ആട്ടോ. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനികൾ കണ്ടിട്ടില്ല. പിന്നെ സിഖുകാരൊക്കെ ഇടപഴകി ജീവിക്കുന്ന ഒരു സമൂഹം ആട്ടോ. ഇവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പണ്ട് 1947 പ്രശ്നം ഉണ്ടായിനി, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാ പാകിസ്ഥാനും വിഭജിച്ച ടൈമിലെ പ്രശ്നം. വിഭജിച്ച ടൈമിൽ മാത്രമുള്ള പ്രശ്നം. ഈ മുനാരം കണ്ടാണ്ടാണ് നമ്മളിത് പള്ളിയാന്ന് മനസ്സിലാക്കി കേട്ടോ. അതിന് സ്റ്റാറും പിന്നെ ഒരു അമ്പിളിമാമനും
അതുണ്ടെങ്കിൽ മാത്രമേ ഇത് മുസ്ലിങ്ങളാവുള്ളൂ. മറ്റേതൊക്കെ ഇതേ കാരണം ഗുരുദ്വാര കാരണം. പക്ഷെ ഓൾക്കൊക്കെ മുനാരുണ്ട് കേട്ടോ, പള്ളിക്ക് മിനാരം പറഞ്ഞ സംഭവം ഉണ്ട്. പിന്നെ മസ്ജിദ് അടിച്ചു കഴിഞ്ഞാൽ ഓല വള്ളിയും വരും, നമ്മളെ വള്ളിയും വരും. ഇപ്പൊ നമ്മള് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് 2600 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട്. അതിന് മേലെ ഓടിക്കണം. നമ്മൾ ഹംപി ഉള്ളേരിയ കുറേ പോയിട്ടുണ്ട്. ചില ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ളേരിയൊക്കെ പോയപ്പോൾ 2500 2900 ഒക്കെ എന്തായാലും ഓടിയിട്ടുണ്ടാവും നമ്മൾ. പിന്നെ കിലോമീറ്റർ കണക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ കറക്റ്റ് ഇപ്പോൾ വീട്ടിലേക്കുള്ള ദൂരം 2630 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഒരു റോഡ് വഴി നേരെ സ്ട്രെയിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ 2 റോഡ് കാണിക്കുന്നുണ്ട്. ഒരു റോഡിൽ 2620 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിയിട്ടോ. പിന്നെ പെട്രോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം എക്സ്പെൻസ് വന്നത് ഒരു 7000 റുപ്യ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പെട്രോൾ മാത്രം, ഫുഡൊക്കെ കൂട്ടിയിട്ട് 8000 സംതിങ് വന്നിട്ടുള്ളൂ ഇതുവരെ. നമുക്ക് ഇപ്പോഴും ജമ്മു എത്താൻ ഇവിടുന്ന് ആകെ 300-400 കിലോമീറ്റർ ഉള്ളൂ ജമ്മു പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടുന്ന് പിന്നെ ശ്രീനഗർ, പെഹൽഗാം, പിന്നെ കർത്തുംല പാസ് ഇതൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഇപ്പോൾ എല്ലാവരും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്നോഫോളിൻ്റെ ടൈമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. പിന്നെ അതേപോലെ പുടുത്തമുട്ട തണുപ്പാണ്. പിന്നെ കുറേ സാധനങ്ങൾ ഇനി വാങ്ങാണ്ട്, ഗ്ലൗ വാങ്ങാണ്ട്, പിന്നെ കാൽമടയുള്ള സംഭവങ്ങൾ വാങ്ങാണ്ട്, ഒരുപാട് വാങ്ങിക്കൂട്ടാണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പറ്റില്ലെങ്കിൽ നമ്മൾ എന്തായിട്ടും മണാലിക്ക് പോകും കേട്ടോ. മണാലി ഹിമാചൽ പ്രദേശ് വേറെ സംസ്ഥാനമാണ്. അത് ചിലപ്പം തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ചണ്ഡീഗഡ് വഴിയോ അങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോകേണ്ടി വരും. ചണ്ഡീഗഡ് വഴിയോ പോവുക, പഞ്ചാബൊക്കെ ഇറങ്ങിയിട്ട് ചണ്ഡീഗഡ് വഴി, അല്ലെങ്കിൽ മേലെ കൂടെ വഴിയുണ്ട്. ജമ്മുവിൽ നിന്ന് നേരെ മണാലിക്ക് വഴിയുണ്ട്. പക്ഷേ അത് പടച്ചിട്ടൊക്കെയാണ്. അതാണ് വിഷയം. അതിൽ പോകാൻ നമ്മൾ കരുതിയത്. അതായത് നമുക്ക് പോയി നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഫുഡ്, അതായത് ആദിത്യ മര്യാദ എന്ന് പറയാം. ആദിത്യ മര്യാദ നമ്മളെ നാട്ടിലാട്ടിയും ഭയങ്കര സംഭവട്ടവൽ. ഇതിൽ നേരെ വീട്ടിലാണ് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ടിലുമ്പോൾ കയറി ഇരിക്കാൻ പറയും. എന്നിട്ട് അവിടെ തന്നെ ഒരു ഷീറ്റാണ് വിരിക്കും. എന്നിട്ട് ഇന്നലെ രാത്രി എന്തൊക്കെ കിട്ടിയ ഫുഡ് നമുക്ക് ഫോട്ടോയിൽ കാണിച്ചു കേട്ടോ. ഇന്നലെ വീഡിയോയിൽ ഓക്കെ, ഇന്നലെ രാത്രിക്കത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ബിരിയാണി, ഒരു റൈസ്, മധുരത്തിൻ്റെ റൈസ്, പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ. ഇന്ന് രാവിലെയുള്ള സംഭവങ്ങൾ പോയിട്ട് എടുത്തോ. അതായത് ആലു പൊറാട്ട പറഞ്ഞാൽ പൊറാട്ട അല്ല സംഭവം. ചപ്പാത്തിക്ക് ഇവിടെ പറാത്ത എന്നാണ് പറയുക, പറാത്ത. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആലു പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, അത് അടിച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് 2 അതെ 2 വെച്ചിട്ടുള്ള സംഭവമാണ് ആലു പൊറാട്ട. അതിക്കെന്തിന് കറി? മറ്റേ മയോണൈസ് പോലത്തെ എന്തൊരു സംഭവം കേട്ടോ. പിന്നെ ചായ ഉണ്ടായിരുന്നു, പുടുത്തമുട്ട ചായ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ആദ്യം ഒരാൾ ടീം നമ്മളെ സുബഹി നിസ്കരിച്ച് നേരെ അവർ വീട്ടിൽ കൊണ്ടുപോയി. അതൊന്നും അറിയാതെ വേറൊരു ടീം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മളെ ചോളത്തിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പത്തിരി, കട്ടിപ്പത്തിരി പോലത്തെ സംഭവം. അതിക്കൊരു ഒരു ഇതുണ്ടായിരുന്നു, വിൻ്റർ ക്രസ് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുടെ ഒരു തോരൻ ഉണ്ടായിരുന്നു. അത് നമ്മളെ ചീരൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ഭയങ്കര ഗുണമാട്ടോ. അത് കഴിച്ചാൽ ഇല്ലാത്ത ഗുണങ്ങളൊന്നുമില്ല, മുട്ട ഗുണം. അതാണ് നമ്മൾ ഒരു മഞ്ഞ പൂവുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്ക് ചില വീഡിയോയിൽ കാണുന്നവർ, സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഒരു മഞ്ഞ പൂവുണ്ട്. ആ പൂവ് ഉള്ള ഒരു മരമാണ്. ഇവിടെ എല്ലായിടത്തും അത് തന്നെ സംഭവം. ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കിയാൽ കാണുന്നിടത്തൊന്നും ഇല്ല. അതെ അതെ, ആ ഔഷധ കൂട്ടുള്ള ഭയങ്കരപ്പെട്ട ഒരു മരുന്നാണ്. നമ്മൾ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ നല്ല കഴിച്ച കറീൻ്റെ ഒരു കറി ഉണ്ടാക്കുന്ന സംഭവമാണത്. हाँ मक्की रोटी लेगा तो वो मेरा लड़का था, वो मेरा लड़का था हबीब है उसका नाम, हबीब अली। यामीन और वो दोनों एक जगह हैं। हाँ यामीन तो घर ही होगा अभी। हाँ ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് പറിക്കുന്നത്? हमारे यहाँ की बनाई वीडियो को नहीं थोड़ी बहुत എന്തായിരുന്നു വീഡിയോ यामीन ठीक है, हम जा रहा हूँ। वीडियो बनाने को मुश्किल नहीं है, बना लो बना ले थोड़ी बहुत बना लेंगे थोड़ी बहुत। ഇന്നലെ നമുക്ക് ഭക്ഷണമൊക്കെ തന്നത് ഇദ്ദേഹമാണ് നമുക്ക് ഭക്ഷണം രാത്രി തന്നത്, ഫുഡ്. ठीक है, जाएगा। अस्सलाम वालेकुम। वालेकुम सलाम वरहमतुल्लाहि वबरकातुहू। दूसरा अल्लाह आपको जज़ाए खैर। ഉസ്താദ് മസ്ജിദിൽ അത് പറഞ്ഞ ഉസ്താദ് പള്ളിയിലില്ല, ഇവരോട് പറയാൻ പറഞ്ഞു. उस्ताद हाँ उधर से इमाम मस्जिद में नहीं है, उसको बोलो आप जाएगा। इमाम है ना वो, साथ में उधर दूसरा इमाम है वो। हाँ वो उधर नहीं है, उधर नहीं है, कोई दिक्कत नहीं है। वो तो कहीं चला गया होगा घूमने, घूमने चले गए और सैर करने, सैर
हाँ हाँ ओके चाय नहीं नहीं ज़्यादा वो आप वो एड्रेस वगैरह अपना 2 टाइम मिलेगा चाय, दूसरा एक का आदमी के पास मिलेगा। नहीं, आपका एड्रेस एड्रेस मेरे को मेरा फ़ोन नंबर लो। हाँ नंबर അപ്പോൾ ഫോൺ അപ്പോൾ മൂപ്പരെ ഫോണിൽ ഗായ്സ് ഇതുപോലത്തെ ഓരോ ചേരികളാണ് കേട്ടോ. ചേരിയല്ല, ഇവിടെയൊക്കെ അത്യാവശ്യം പൈസക്കാരാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ സിഖ് മതക്കാരുണ്ട്, ഹിന്ദു മതക്കാരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാവരും മിക്സ്ഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ ഓക്കെയാണ്, എല്ലാവരും റാഹത്താണ്. പിന്നെ ചാണകം ഉണ്ടാവും എല്ലായിടത്തും, സൂക്ഷിക്കണം. പിന്നെ എന്താ, അപ്പോൾ നമ്മൾ പോവാണ്. ആക്ച്വലി നമ്മൾ മറ്റേ മൂലയിലുണ്ട്, പോവാനെ. പിന്നെ പോവാനെ. हमारे घर की बने वीडियो हाँ अंदर से अंदर से ഓക്കെ. അവിടെ മൂപ്പരെ വീടൊന്ന് വീഡിയോ എടുക്കാൻ മൂപ്പര് പറഞ്ഞു. മൂപ്പരെ देखिए देखिए सुन देखिए ഇത് ഇവിടുത്തെ ഇവിടുത്തെ ഈ കാക്കാൻ്റെ വീടാണ് കേട്ടോ. ഇത് കാലിത്തൊഴുത്താണെന്ന് തോന്നുന്നു. ഇത് കാറൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം റിച്ചാണ്. രണ്ടാമത്തെ ഫുഡും ഉണ്ടാവും. ഇവിടെ നിന്നാണ് आपका फूड 2 टाइम दो खाना इधर से है ना? हाँ हाँ इधर से भी गया था मक्की की रोटी മക്കി റൊട്ടി നമ്മൾ രണ്ടാമത് ഇവിടുന്ന് ഗോതമ്പിൻ്റെ എന്താണ് കോണിൻ്റെ ചോളത്തിൻ്റെ ഫുഡ് കിട്ടിയത് ഇവിടുന്നാണ് കേട്ടോ, വീട്ടിൽ നിന്നാണ്. പോപ്കോൺ ആ ഓ മനസ്സിലായി. മുറ്റത്തൊക്കെ അടുപ്പാണ്. ഇത് എനിക്കായ ये पानी पानी वाटर वाटर വാട്ടർ കിട്ടും. हीट दे रहे हैं इसको गर्म होने के लिए. ये क्या है? चारा है भैंस को डालने के लिए भैंस को. ഓക്കെ. ഇത് പശുക്കൾക്ക് കൊടുക്കാം. पशु को പശുക്ക് കൊടുക്കാൻ മിക്സാക്കി ഇവിടെ നമ്മുടെ നാട്ടിൽ ഡയറക്റ്റ് കൊടുക്കാം കേട്ടോ. ഇവിടെ മിക്സാക്കി കൊടുക്കാം. ഞാൻ കഴിക്കാറാണ്. थोड़ी थोड़ी टी 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 थोड़ी നമ്മൾ ഇനിയും ചായ വേണോ ചോദിക്കണം കേട്ടോ. വേണ്ട, വൈക്കോല് ഇട്ടിട്ടുണ്ടോ? വൈക്കോല് സൈക്കിളുണ്ട്, ഫുള്ള് സെറ്റപ്പാട്ടോ. പൈസക്കാരാണൊക്കെ പറഞ്ഞാൽ. ठीक है हम ये वाटर वाटर हाँ, हीट देने का ये भी हाँ। ये हीट डालते हैं इसमें. हाँ हाँ ओके. इसमें आग लगाते हैं ना हाँ तो पानी गर्म होता है फिर यहाँ से दिल्ली- पानी अच्छा यहाँ से चलेगा पानी गर्म होकर निकलेगा. अच्छा. हाँ। कोई सामान इधर में इसमें आग 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 डालते हैं. हाँ ഇതിൽ ചാണകം ഇടും. ചാണകം सोलर ഇതിൽ ചാണകം ഇട്ട് കത്തിക്കും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം വരും. ചാണകം വലുത് ചാണകം ഉണക്ക് ചാണകം ഇവിടെ ആദ്യം വെളുപ്പിച്ച് ഉണക്കും. എന്നിട്ട് ആ ചാണകം ഇട്ടാണ്ട് കത്തിച്ചാൽ ചൂടുവെള്ളം ഉണ്ടാക്കും. ഫുൾ സെറ്റപ്പാണ് കേട്ടോ. പൈസ आपका नाम? गुरलीन सिंह कहाँ से आए? हाँ केरला. सिंह है. हाँ जी गुरलीन सिंह है हाँ जी पंजाबी. हाँ जी हाँ ये कोटी है. अच्छा हाँ, हाँ. ഇത് വേറെ ആളാണ് किस नाम से चैनल किस नाम? चैनल का नाम वो नीचे मल्लू एडवेंचरर. ठीक है हम जरा ठीक है भाई साहब. ठीक. ठीक है. ഗായ്സ് നമ്മളങ്ങനെ പഞ്ചാബ് ലുധിയാനയിലാണുള്ളത്. ലുധിയാന എന്ന് പറയും. ഇവിടുത്തെ വലിയൊരു സ്ഥലത്തിൻ്റെ പേരാണ് ലുധിയാന. നമ്മൾ പോണത് ജലാന്തർ പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോണത്, ജാലന്തർ. അപ്പോൾ ഇവിടുത്തെ ചായക്കാണ് മോനെ ചായ. മുട്ട ചായ കേട്ടോ. നാട്ടിലെ ക്ലാസ്സിനായിട്ട് കുറച്ചുകൂടി വലിപ്പുണ്ടോ എന്നൊരു സംശയം. ഓ വെജ് രസം കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ടൗണൊക്കെ ഒന്ന് കാണിച്ചു തരാം. കടി സമൂസ 10 റുപ്യേൻ്റെ കടി ഇവിടെ നഷ്ടമാണ്. 10 റുപ്യേൻ്റെ സമൂസ ഇവിടെ ഒറ്റ ചെറുതാണ്. 5 റുപ്യാണോ ചോദിച്ചു നോക്കണം. പിന്നെ എന്താണാവോ ഇത് ആലുവിൻ്റെ എന്ത് സംഭവമാണ് കേട്ടോ. പിന്നെ ബ്രെഡ് പൂരി ഉണ്ട്. ये क्या है? आलू है. वो एक प्लेट है. कोई कितना रुपया? 40 रुपये भैया. 40 रुपया. वो समोसा कितना है? 10 के 2.
ആ 10 का 2 സമൂസ പറഞ്ഞ പോലെ 5 റുപ്യ തന്നെയാണ് കേട്ടോ. 5 റുപ്യക്ക് 2 സമൂസയാണ്. പിന്നെ ഓടാലോ സമൂസ 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 തരോ ചായേ. ഗായ്സ് നമ്മളങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടി മിസ്സിങ് വരുന്നുണ്ട്. ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ നിൽക്കാതെ പിടിച്ചുമ്പോൾ മിസ്സിങ് വരിക. അപ്പോൾ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. ഓയിൽ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ടോ? ഓയിൽ കത്തും നോക്കിയാൽ ഓയിൽ കഴിഞ്ഞ കേട്ടോ പറഞ്ഞു. പൂര കത്തും അത് അടിച്ചു പോയിട്ടോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അന്ന് മാറ്റിയതാണ്. 3000 കിലോമീറ്റർ ഓടുന്ന കരുതി. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടാവും ഏറെക്കുറെ അല്ലേ? ആയിട്ടുണ്ടാവില്ല. 2600 അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചാബിലുള്ള ഏതോ ഒരു വർക്ക്ഷോപ്പിലാണുള്ളത്. मगालो एक मैं लेके जाऊंगा कौन ही नहीं कि मैं लेके जाऊंगा 350 350 430 एक्टिवा का 800 ml है 800 ml ये भी 800 ml है 350 360 350 350 वो अच्छा ऑयल है. दूसरा ये जेन्युइन है, ये भी जेन्युइन है, दोनों जेन्युइन कंपनी के. ये मैक कंपनी, ये कैस्ट्रोल है. ये कितना है? ये भी 800 ml है. स्पेशल है ये सारे. प्राइस 350 है. हाँ 350 ഓക്കെ ഓക്കെ. ഹലോ കാസ്ട്രോളർ കമ്പനി ഉണ്ട്, പിന്നെ അതേമാതിരി മാക്കർ കമ്പനി ഉണ്ട്. അതല്ലേ बाकी और भी है पर वो क्वालिटी थोड़ी സെയിം അല്ലേ? छोटी है. കാസ്ട്രോൾ ആ है भाजी हाँ जी भाजी. मगालो एक मैं ले लूंगा പിന്നെ എന്താ പാട്? അങ്ങനെ ഓയിൽ മാറ്റി കഴിഞ്ഞിട്ടോ. ഇനി യാത്രകൾ മുന്നോട്ട്. बढ़िया. केरला से इसमें आ रहे हो आप लोग? हाँ ये गाड़ी मिस्त्री है. स्कूटी से दिक्कत तो नहीं होती इस पे कोई? नहीं मुश्किल नहीं है, दिक्कत नहीं है, अभी अच्छा है. शाबाश. कश्मीर जाओगे? हाँ कौन सी जगह? वो पूरे देखने के लिए अभी मैं भी कश्मीर ही जा रहा हूँ. अच्छा इसलिए मैं तो अभी कश्मीर पढ़ के फिर आप दिया तेरे को. हाँ आप कहाँ जाओगे? हम फर्स्ट जम्मू में बाद परसों यहाँ पे रात को पहुँच जाओगे 12 बजे जम्मू. जिस स्पीड में चल रहे हो ना रात को 12 बजे हाँ पूरे आप जम्मू में होगे. जालंधर में आज सोने के लिए. हाँ अच्छा हाँ. स्टे करना जलंधर में. और मैं कोई कश्मीर हेल्प कर सकता हूँ आपकी? हाँ क्या है? आपकी हेल्प कर सकता हूँ कोई? सब्जी फ्रूट वेजिटेबल एवरीथिंग इन माय व्हीकल. हाँ आप हिमाचल प्रदेश का आदमी है. हम मनाली का आदमी है. हिमाचल प्रदेश का है. आपका घर हिमाचल प्रदेश है? मेरा हिमाचल हाँ ओके. हम लास्ट हिमाचल में मनाली में आए. ओके ओके यू विल नोट माय फोन नंबर. व्हेन यू विल एनीथिंग इन ट्रबल है तो यू विल कॉल मी. ओके ओवर बिग ब्रदर ओके. बड़ा भाई. नंबर आपका यू आर माय यंगर ब्रदर यार. कम नहीं. ഓറഞ്ച് ഓറഞ്ച് യാർ. ഓ ഗായ്സ് നമ്മളങ്ങനെ പഞ്ചാബിലൂടെ അങ്ങനെ പോകുമ്പോഴേ ഒരു ഹിമാചൽ പ്രദേശുകാരൻ വണ്ടി നിർത്തിച്ച് അല്ലാഹു അക്ബർ ഞാൻ ഒന്നായിട്ട് തരാനുള്ള റെഡിയായിരുന്നു. അതിനെന്താ വേണ്ടി ഞങ്ങൾക്ക് എടുത്തോളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. हमको यूट्यूब इट्स फॉर यू. नहीं हमको कोई नहीं चाहिए. आपका क्या बोला आपका गौरव. गौरव वो अंकल गौरव. नहीं नहीं नीड एनीथिंग. नो 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 नहीं 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 वो आपको नहीं भाई साहब नहीं Why? You are our guy. नहीं भाई साहब हम अच्छा If you है. have any carry bag. हाँ वो बैग है नहीं अब Yeah. एक पीस वो नहीं 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 एक नहीं एक से बात नहीं. एक क्या खाओगे आप? लेके आओ आप कैरी बैग. അതിൽ ഒരു 3 ഓറഞ്ച് ഉണ്ട്. हमारे पास ऑरेंज है. एक मिनट. അടച്ചാണ് ഇയാൾക്ക് തിരാന്തായ. ഇയാൾ പുടുത്തം പുട്ട് സ്നേഹിച്ചില്ല കേട്ടോ. ക്യാരി ബാഗ് ഉണ്ടോ കവർ
नहीं भाई साहब नहीं 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 Hey, हमारे their thing is so wrong. നടത്തുന്ന ഇയാൾ വലിയൊരു സഞ്ചിയൊക്കെ കൊണ്ടുവരും നമ്മളെ കവർ എടുത്തോണ്ടില്ല. हमारे पास छोटा कवर है मुश्किल नहीं നടത്തോനെ റൊമാക്ക് ഫുഡ് പോയി बस 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 No. Hey, you are a young person, यार. When जब your age ना हाँ मैं सब कुछ खाया था, कच्चा ही खाता था, मैं पकाता नहीं था. अच्छा. मैं कच्चा ही खाया था. रेडिश हो गई, ब्रिंजल हो गया, कच्चा खाता था, कच्चा. हाँ वो कोई बात नहीं, इसको भी इसमें डालो. थैंक यू भाई साहब Okay? ओके जाओ आराम से जाना. Okay. स्लो बिल्कुल स्लो है. ठीक है भाई साहब थैंक यू भाई साहब Yes, हम ये आपको डालेगा वो नहीं है स्पेयर बंदा इट्स मोर स्पेयर. ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു സ്നേഹപ്രകടനമാണ് പഞ്ചാബിലൂടെ ഒരു ഹിമാചൽ പ്രദേശുകാരൻ കാശ്മീരിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്തിച്ചിട്ട് ഒരു ലോഡ് ഓറഞ്ച് നമുക്ക് തന്ന് പിന്നെ അത് നമ്മൾ കവർ കൊണ്ടുവരാൻ പറഞ്ഞു. കവർ എടുത്തില്ല ഒന്നും വേണ്ട തന്നെ പറഞ്ഞു. അപ്പോൾ മൂപ്പരെടുത്തുള്ള ഒരു ടൂൾസിൻ്റെ സഞ്ചി എടുത്താണ്ട് അതിനൊരു ലോഡ് ഓറഞ്ച് തന്നു കേട്ടോ. ഇത് ഫുള്ള് സഞ്ചിയിൽ ഫുള്ള് ഓറഞ്ച് അല്ല, അതിൽ കുറച്ച് ഓറഞ്ചാട്ടോ. അപ്പോൾ നമ്മൾ നേരെ മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇനി പല അനുഭവങ്ങളും നമുക്ക് നേടാനുണ്ട്. അപ്പോൾ നേരെ മുമ്പോട്ട്. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഉണ്ടല്ലോ പഞ്ചാബിൻ്റെ ജലാന്തർ എന്ന സ്ഥലത്തിന് എടുത്തായിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കാശ്മീർക്ക് ഞാനൊരു 200 കിലോമീറ്റർ ഉള്ളൂ. ഇന്നലെ ആകെ 400 ഉള്ളൂ. നമ്മൾ കുറച്ച് ഓടിയിട്ടേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാമ്പം തണുപ്പാണ്. വൈകുന്നേരം ഒരു 5:30 ആയാൽ ഇവിടെ 17 ഡിഗ്രി, അതിൻ്റെ മുന്നേ 20 ഡിഗ്രി. 20 ഡിഗ്രീൻ്റെ മേലെ കൂടെ പോയില്ല കേട്ടോ. 20 ഡിഗ്രി തന്നെ സഹിച്ചാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ 17 ഡിഗ്രി അപ്പോൾ 5:30 ആകുമ്പോൾ ആവും. ഇപ്പോൾ 5:15 അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ രാത്രി തീരെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല, വണ്ടിമരം തീരെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നിസ്കരിച്ചാൻ വേണ്ടി ഒരു പള്ളി തപ്പി. അപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, ഇവിടുന്ന് കാണുന്നില്ല. അതിൻ്റെ മുനാരം കണ്ടതാണ്. ഇത് പള്ളി ഇവിടെ കുറേ മുനാരങ്ങളുള്ള പള്ളികളുണ്ട്, പക്ഷെ ഒക്കെ സിഖ് മതക്കാരതാണ്. അപ്പോൾ ഇത് മാപ്പിൽ തപ്പി അങ്ങനെയൊക്കെ പിടിച്ചു കേട്ടോ. മാപ്പിലുള്ള സ്ഥലത്തല്ല, അവിടെ നിന്ന് 150 മീറ്റർ അപ്പുറത്തേക്ക് കയറാൻ പള്ളി കാണുക. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിവിടെ നെല്ലാണെന്ന് തോന്നുന്നുണ്ടോ, തോന്നുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ അധികം വലുപ്പം വെക്കണം, വെച്ചുകൊണ്ട് കുഴിച്ചിട്ടിട്ട് കുറച്ചായി ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പം വെക്കുക കാരണം നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ ഈ സൈസുള്ള നെല്ലാണ്, അധികം വലുപ്പമില്ലാത്ത നെല്ലാണോ എന്താണോ എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ അത് വെറും പള്ളിയല്ല, ആ പള്ളീൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ട്. അതായത് മുസ്ലിംസാണ്. ചേരി മാതിരി ചെറിയ സെറ്റപ്പ്, ചെറിയ മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയ പെരകൾ. പക്ഷേ ഇവിടുത്തെ പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞാൽ ആരും എന്താ പറയുക, പൈസ ഇല്ലെങ്കിലും അത് കാണിച്ചില്ല. അതായത് ഇപ്പം പൈസ ഇല്ലെങ്കിൽ പോലെ വണ്ടി പോലും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റ് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. പക്ഷേ പെരമ്മക്കൂല അത് കാര്യമായിട്ട് ഇറക്കണില്ല. പക്ഷേ എന്താ പറയുക, ജീവിത സൗകര്യങ്ങൾ അടിപൊളിയാണ്. എല്ലാവരും കൂട്ടായിട്ടാണ് ജീവിക്കുന്നത്, എല്ലാവരും വൈഫും എല്ലാവരും കൂടിയിട്ട്. ആണുങ്ങളൊക്കെ തടിയും ബോഡിയും കാണാം, പുട്ട ആൾക്കാരാട്ടോ. അത് ഇവിടെ സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വ്യൂ ഇവിടുന്ന് എന്താ വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ടാണ് വ്യൂ. അപ്പോൾ ഒന്നും കാണില്ല. ഇപ്പോൾ 2% ആയിട്ടോ. അതിൻ്റെ മുമ്പ് ഒരു സംഭവം കാണിച്ചു തരാം. എവിടെയാണ് സാധനം? ഇവിടെയൊക്കെ ഉണ്ടല്ലേ, കാണില്ല കേട്ടോ. കൃഷിഭവനിലാണ് നമ്മളുള്ളത്. പിന്നെ അത് പഞ്ചാബിൽ സ്ഥിരമായിട്ട് കാണുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടുള്ള സാധനം കഞ്ചാവ് പറഞ്ഞ സാധനം. ഇതിവിടെ ഇഷ്ടംമാതിരി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് ഇതെന്താണെന്ന് അറിയുമോ എനിക്കറിയില്ല കേട്ടോ. അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ പക്ഷേ ഇവിടെ ഉള്ളവർ കഞ്ചാവെന്നല്ല, അതിൻ്റെ മേലെ വേറെ സാധനങ്ങളൊക്കെ ഇവിടെ അടിച്ച് കയറ്റുന്നത് കേട്ടോ. പിന്നെ പല ജാതി ഉണ്ട്, ഇത് ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് ഇവിടെ ഇതാണ്ടാവണ്ടേ. പിന്നെ ഇതൊക്കെ വേറെ ഐറ്റംസ് കേട്ടോ. മല്ലികപ്പൂവിൻ്റെ പിന്നെ ഇതാണ്ടോ സാധനം. ഇതിങ്ങനെ എന്താ പറയുക, ഇല്ലീഗൽ ആയിട്ടും കാര്യമില്ല. എല്ലായിടത്ത് വെറുതെ ഉണ്ടായി വരില്ല, എത്തപ്പോൾ കാട്ടാൻ കഴിയുക. അപ്പോൾ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഒരു അംശം കണ്ടാൽ മതി, തീർന്ന് ഓൻ 10 കൊല്ലം ജയിലിൽ, 10 കൊല്ലം ജീവപര്യന്തം.
അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒത്തും കാട്ടാൻ വയ്യ, കാട്ടിനും കാര്യമില്ല. ഇവിടെ ഉള്ളവർക്ക് അതൊന്നുമല്ല മെയിനായിട്ട്. വലിച്ചിന പരിപാടിയൊന്നുമില്ല. ഇവിടെ ഫുൾ തിരികലാണ്, തൊള്ളി തിരികാണ്ട് ഇവിടെ അങ്ങനെ വെക്കലാണ്. പഞ്ചാബിലെ അവസ്ഥ നമുക്കറിയില്ല കേട്ടോ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കയറി വന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഫുള്ള് തിരികലാണ്. നമ്മളിപ്പോൾ റോഡിൽ നിന്ന് വണ്ടി കൂടെ ഇങ്ങനെ പോകുമ്പം ഓരോ വണ്ടിയിൽ നിന്ന് മുട്ടായിൻ്റെ കവർ വെക്കണ മാതിരി ഇങ്ങനെ പോകും. ഓരോന്ന് വിമലിൻ്റെ കവറ്, മറ്റേൻ്റെ കവറ്, ഓരോ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോകും. ലോറിയിൽ നിന്നും കാറിനൊക്കെ പോകും കേട്ടോ. എല്ലാവരും തിന്നണ സാധനമാണ്. തിന്നേറാൻ മുണങ്ങൂല. ചുവടെ സൈഡിലാക്കി വെക്കും. ഹാൻഡ്സിന് പകരമുള്ള സാധനം കേട്ടോ. ഹാൻഡ്സ് സത്യം പറഞ്ഞാൽ ഡേഞ്ചറാണ് നമ്മുടെ നാട്ടിൽ ഇതാക്കി. അതേപോലെ സംഭവം തന്നെയാണ് ഇതൊക്കെ. അതൊന്നും തൊള്ള അടുപ്പിച്ചാൽ കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ഏത് അടുപ്പിച്ചില്ല കേട്ടോ, വേറെ അതൊന്നും സംശയിക്കരുത് നമ്മളെ. പിന്നെ സൂര്യൻ അസ്തമിച്ചുകൊണ്ട് കേട്ടോ. സൂര്യനെ കൂടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കടൽക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ അടുത്തൊന്നും കടലില്ല, പോയിട്ടും എത്തൂല. പിന്നെ അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക. പക്ഷേ അപ്പോൾ എന്നാൽ നാളെ നമ്മൾ എത്ര പോകുക വെച്ചാൽ ആകെ 240 250 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പഞ്ചാബ് ലുധിയാന കഴിഞ്ഞ് ജലാന്തർ പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ നാളെ കാശ്മീർ പിടിച്ചും. കുറേ ആൾക്കാർ പറഞ്ഞ് കാശ്മീർ ഇപ്പോൾ പോയിട്ടുള്ള കാര്യമൊന്നുമില്ല, കാരണം ഇപ്പോൾ സ്നോഫാളാണ്. അപ്പോൾ സ്നോഫാൾ ഇങ്ങനെ കൊഞ്ഞടിക്കുന്ന ടൈം ആകുമ്പോൾ അവിടെ റോഡ് അടച്ചിട്ട് കഴിക്കാരം. അപ്പോൾ നമുക്ക് പോകുന്നിടത്തോളം പോയിട്ട് പിന്നെ നമ്മൾ അല്ലെങ്കിൽ തിരിച്ച് മണാലിക്ക് കയറും. തിരിച്ചെങ്ങനെ വെച്ചാൽ അയക്കൂടെ വയ്യാണ് നമ്മൾ പോകാൻ കരുതി. അയക്കൂടെ മണാലിക്ക് ഇറങ്ങാൻ കരുതി. അതായത് ജമ്മുന്ന് ശ്രീനഗർ, പേൽഗാം അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അയക്കൂടെ തന്നെ പോയിട്ട് ഹിമാചലിക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നടക്കും അറിയില്ല, നാളെ പോയി നോക്കാം നമുക്ക്. പിന്നെ നാളെ പോയി നോക്കാറില്ല, നാളെ അവിടെ എത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാൻ കഴിയുള്ളൂ കേട്ടോ. കാരണം തണുപ്പ് അങ്ങനെയാണ്. രാവിലെ 10 മണി കഴിയും തണുപ്പ്. അതായത് കോടമഞ്ഞ കയറാം, റോട്ടിലും കണ്ടത്തും എല്ലായിടത്തും കോട കയറാം. അപ്പോൾ രാവിലെ 10 മണി ആവാതെ കോടത്താവൂല, അതായത് സൂര്യൻ്റെ വെളിച്ചം നട്ടാൽ അതൊന്നും ഒരുക്കി പോകില്ല. അങ്ങനെ സെറ്റപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മണിക്ക് നമ്മൾ ഇറങ്ങി, ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി, റോട്ടിലേക്ക് ഇറങ്ങി. കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുമ്പോൾ വാച്ച് നോക്കുമ്പോൾ 3 മണി 4 മണിയൊക്കെ കാണുന്നത്. ഒറ്റയ്ക്ക് സമയം പോവാണ്. അപ്പോൾ നാളെയും ഡ്രൈവിങ് കാര്യം, മറ്റന്നാളെ ഈ കാര്യം നമ്മൾ ജമ്മു ജസ്റ്റ് ഒന്ന് കണ്ട് തുടങ്ങുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് മുമ്പ് ഇതെന്തൊക്കെ കാണും കൂടി നോക്കാം കേട്ടോ. ചിലപ്പോൾ ഇനി വീഡിയോ ഉൾപ്പെടുത്താണ്ടാവും. എന്തൊക്കെ നമ്മൾ പള്ളിയിൽ പറഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ സംഭവം നമ്മുടെ ഒരാളോട് ചോദിച്ച് വെച്ചേക്കണേ. സാധാരണ നമ്മൾ ഈ ടൈം ആകുമ്പോൾ പള്ളി കയറില്ല, ഒരു ഇരുട്ടാകുമ്പോൾ പള്ളി കയറുള്ളൂ. ഇപ്പം അങ്ങനെ കഴിയണില്ല, കാരണം നമ്മൾ രാത്രി 9 മണി ആകുമ്പോഴൊക്കെ നോക്കലുള്ളൂ സാധാരണ. ഇപ്പം അങ്ങനെ കഴിയണില്ല കേട്ടോ. വമ്പൻ ടാസ്ക്. തണുപ്പ് പറഞ്ഞാൽ അങ്ങേതലാണ്. ഇപ്പോൾ തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ട്, മഞ്ഞ് പറഞ്ഞാൽ ഇവിടെ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങും. ഇപ്പം ഓരോ ലോങ്ങിലൊക്കെ അതെ ഒരു പുക പോലെ ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഡേഞ്ചറാകും. ഇവിടെ കടന്നുറങ്ങാൻ തന്നെ മര്യാദക്ക് കഴിയില്ല, എത്തുണ്ടായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഓരോ സംഭവങ്ങൾ വാങ്ങാണ്ട്. ഇതൊക്കെ ഞാൻ ജിമ്മിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയായിരുന്നു ഈ സാധനം. ഇവനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ലോക്കൽ ക്വാളിറ്റി തന്നെ. അപ്പോൾ ഇനി നല്ല ക്വാളിറ്റി ഫാൻറ്റ് ഇടാനുള്ള, നമുക്ക് സാധാ ഒരു ഫാൻ ഇട്ട് നടക്കാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഉള്ളിലേറെ അണ്ടർവയറൊക്കെ ഉണ്ട്. പിന്നെ അതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വാങ്ങണം നമുക്ക്. പിന്നെ ഇന്നർ വയർ ഉണ്ട്, തണുക്കാക്കാനുള്ള ഇന്നർ വയർ. കാശ്മീരികൾ ഇവിടെ കൊണ്ട് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാശ്മീരികൾ ഇവിടെ പഞ്ചാബിലും പിന്നെ ഹരിയാനയിലൊക്കെ കൊടുന്ന് വിൽക്കുന്നുണ്ട് പറഞ്ഞ സാധനം. അത് ഇന്നർ വയർ വെറൈറ്റി സാധനമാണ്. തണുപ്പിട്ടൊന്നും കയറില്ല. എത്ര എമൗണ്ട് പൈസ നമുക്ക് അറിയില്ല. ഏതായാലും അത് നോക്കി നമുക്കൊരു മാർക്കറ്റ് കയറി വാങ്ങണം. ഇവിടെ പുടുത്തപ്പെട്ട മാർക്കറ്റ് കേട്ടോ. പിന്നെ ടൗണൊക്കെ പറഞ്ഞാൽ നമ്മളെ കേരളത്തിന് വെട്ടുന്ന ടൗണാണ് കേട്ടോ. വലിയ വലിയ ടൗണുകൾ, പിന്നെ പുടുത്തപ്പെട്ട ടൗൺ. എല്ലാ എന്താ പറയുക, മാക്ഡൊണാൾഡ്സോ ഫുള്ള് വേറെ പുറത്തുള്ള പല ജാതി കോഫീൻ്റെ ഷോപ്പും അല്ല മാക്ഡൊണാൾഡ്സ് എന്ന് പറയല് എനിക്കറിയില്ലല്ലേ, അതുകൊണ്ട്. അപ്പോൾ പിന്നെ അതേമാതിരി വലിയ വലിയ ഷോറൂമുകൾ, റോഡൊക്കെ പക്കയുണ്ടോ. നമ്മളെ കേരളം ഇറങ്ങിയിട്ട് ഒരു ഇത്രയും യാത്ര ചെയ്താൽ ഒരു 80% ഫുള്ള് ടൗണാണ്. ഇവിടെ അൺലിമിറ്റഡ് ടൗണ്. പഞ്ചാബ് എനിക്ക് തോന്നുന്നത് ചെറിയ സംസ്ഥാനമാണ്. പിന്നെ പെട്രോളിനാകെ 97.95 നമ്മൾ ലാസ്റ്റ് അടിച്ചത്. 98 റുപ്യ, ചിലയിടത്തൊക്കെ 98 മറ്റേ ഹരിയാനയിൽ 97.15. ഹരിയാന റുപ്യ കമ്മിയാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കും, നിങ്ങൾ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ? അതൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ. അതൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ആ ചോദ്യം വരില്ല. പേര് ചോദിക്കലോ ഓക്കെ. ആദ്യം തന്നെ ഒരു മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് ചോദിക്കും. മുസ്ലിം ആണെങ്കിൽ അവൻ പറയും ഹിന്ദുക്കളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതായത് ഹിന്ദുക്കളെ പറ്റിയല്ല, BJP സർക്കാരിനെ പറ്റി പറയും. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ പണി കിട്ടും. അതായത് എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആരും വീഡിയോ കാണാൻ മറക്കരുത്. നല്ല കിണ്ണം കാച്ചി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ.